നമസ്കാരം. മിഡി സ്റ്റവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിൽ അനധികൃതമായി ഹൌസ് ഡ്രൈവർ വിസ മാറിയവർ പിടിക്കപ്പെടുന്നു. 5 ഇന്ത്യക്കാരടക്കം 27 പേരെ പാസ്പോർട്ട് വിഭാഗം പിടികൂടി. പിടിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും 8 മാസം മുമ്പ് ഇഖാമ മാറിയവർ. ഇഖാമ മാറിയത് 8,000 മുതൽ 10,000 റിയാൽ വരെ കൊടുത്തെന്ന പിടിയിലായവർ. കുവൈത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ 1126 പേർ പിടിയിൽ. പരിശോധന ആഭ്യന്തര മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം. 42 പേർ പാർപ്പിട കാലാവധി കഴിഞ്ഞവർ. തിരിച്ചറിയൽ രേഖയില്ലാത്തത് 85 പേർക്ക്. ഒമാനിൽ ഡിസംബറിലെ പണപ്പെരുപ്പം വർദ്ധിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.13% വർധന. ഗതാഗത നിരക്കിൽ മുൻ വർഷത്തേക്കാൾ 9.42% വർധന. വെള്ളം വൈദ്യുതി നിരക്കുകളിലും വർധന. ഓഫ് സീസണിൽ യാത്രക്കാരെ ആകർഷിക്കാൻ നിരക്ക് കുറച്ച വിമാന കമ്പനികൾ. യാത്രക്കാർ കുറഞ്ഞതിനാൽ ജെറ്റ് എയർവേസ് അടുത്ത മാസം തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കുമുള്ള സർവീസ് റദ്ദാക്കി. കുറഞ്ഞ നിരക്ക് കൊച്ചിയിലേക്ക്. സൗദി എയർലൈൻസിന്റെ റിയാദ് കൊച്ചി വിമാനം വൈകിയത് യാത്രക്കാരെ വലച്ചു. ശബരിമലയിൽ മകരജ്യോതി ദർശിച്ച ഭക്തലക്ഷങ്ങൾ. തിരുവാഭരണം ചാർത്തി അയ്യപ്പന് ദീപാരാധന. സുരക്ഷയൊരുക്കി പമ്പ മുതൽ സന്നിധാനം വരെ വൻ ക്രമീകരണങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. സൗദിയിൽ അനധികൃതമായി ഹൌസ് ഡ്രൈവർ വിസ മാറിയവർ പിടിക്കപ്പെടുന്നു. ഹൌസ് ഡ്രൈവർ വിസയിലുള്ളവർക്ക് മറ്റ് ജോലിയിലേക്ക് മാറാനുള്ള ഇളവ് നിർത്തലാക്കിയതിനു ശേഷവും അനധികൃതമായി ഇഖാമ മാറിയ 5 ഇന്ത്യക്കാരടക്കം 27 പേരെ പാസ്പോർട്ട് വിഭാഗം പിടികൂടി. 8,000 മുതൽ 16,000 റിയാൽ കൊടുത്തെന്നാണ് ഇവരിൽ പലരും ഇഖാമ മാറിയിട്ടുള്ളത്. പിടിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും 8 മാസം മുമ്പ് ഇഖാമ മാറിയവരാണ്. തമിഴ്നാട് സ്വദേശി ദിവാകരനെ കഴിഞ്ഞ ദിവസമാണ് ലേബർ ഓഫീസ് അധികൃതർ ജോലിസ്ഥലത്തു നിന്നും പിടികൂടിയത്. ഇദ്ദേഹം 6 മാസം മുൻപാണ് 8,000 റിയാൽ നൽകി ഹൌസ് ഡ്രൈവർ വിസയിൽ നിന്ന് ലേബർ വിസയിലേക്ക് മാറിയത്. ഇദ്ദേഹത്തിനൊപ്പം 3 ഹൈദരാബാദ് സ്വദേശികളും പിടിക്കപ്പെട്ടു. ജവാസാത്ത് മുഖേന മാറിയവരാണ് പിടിക്കപ്പെടുന്നവർ എല്ലാവരും. ജവാസാത്ത് വഴി മാറിയവരുടെ വ്യക്തിവിവരങ്ങൾ മക്തബുൽ അമൽ സംവിധാനത്തിലേക്ക് മാറാത്തതാണ് പ്രശ്നമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ലേബർ ഓഫീസ് വഴി മാറിയവർ ഈ പ്രശ്നം നേരിടുന്നില്ല. 1ാംഘട്ട നിതാഖത്ത് നടപ്പിലാക്കുന്ന വേളയിലാണ് ഗാർഹിക തൊഴിലാളികൾക്ക് മറ്റ് ജോലിയിലേക്ക് മാറാനുള്ള അവസരം സൗദി സർക്കാർ നൽകിയിരുന്നത്. ഈ അവസരത്തിൽ ആയിരക്കണക്കിന് പ്രവാസികൾ ഇളവ് ഉപയോഗിച്ച് മറ്റ് പല തൊഴിലിലേക്കും മാറിയിരുന്നു. പക്ഷേ 2ാംഘട്ട നിതാഖത്ത് നടപ്പിലാക്കിയതോടെ ഈ ഇളവ് എടുത്തുകളയുകയായിരുന്നു. പക്ഷേ ഇളവ് നിർത്തലാക്കിയതിനു ശേഷവും ജവാസാത്ത് വഴി പല വിദേശി ഇടനിലക്കാരും പണം വാങ്ങി മാറ്റിക്കൊടുക്കുന്നത് വ്യാപകമാക്കി. ഈ കാലയളവിൽ നിരവധി പേർ ഗാർഹിക തൊഴിലാളി വിസയിൽ സൗദിയിലേക്ക് പുതുതായി വരികയും ചെയ്തു. ഈ അവസരമാണ് പല ഇടനിലക്കാരും വൻതോതിൽ പണമുണ്ടാക്കാനുള്ള അവസരമായി ഉപയോഗിച്ചത്. ഇത്തരത്തിൽ ഇഖാമ മാറ്റിയെടുത്തവരാണ് ഇപ്പോൾ പിടിക്കപ്പെടുന്നവരിൽ കൂടുതലുമെന്നാണ് സാമൂഹിക പ്രവർത്തകർ പറയുന്നത്. പലർക്കും ഈ ഇളവ് അവസാനിച്ചതുപോലും അറിയില്ല. ഈ അജ്ഞത ഇടനിലക്കാർ ചൂഷണം ചെയ്യുകയാണെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ഇത്തരത്തിൽ പലരും മാറ്റിയിട്ടുണ്ടെന്നും കൂടുതൽ കർശനമായ അന്വേഷണം ഈ മേഖലയിൽ വരാൻ സാധ്യതയുണ്ടെന്നുമാണ് ഇവർ സൂചന നൽകുന്നത്. മീഡിയ 1 ദമാം. കുവൈത്തിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ 1126 പേർ അറസ്റ്റിലായി. കുവൈത്തിലെ സാൽമയിൽ ആഭ്യന്തര മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഹാത്തിം അൽ സയേഗിന്റെ നിർദ്ദേശപ്രകാരം സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിയമലംഘകരെ പിടികൂടിയത്. അറസ്റ്റിലായവരിൽ 42 പേർ പാർപ്പിട കാലാവധി കഴിഞ്ഞവരും 85 പേർ തിരിച്ചറിയൽ രേഖകൾ കൈവശമില്ലാത്തവരുമാണ്. 27 പേർ വായ്പാ കേസിലും 44 പേർ ഗതാഗത നിയമലംഘനത്തിനുമാണ് അറസ്റ്റിലായത്. ഓഫ് സീസണിൽ യാത്രക്കാരെ ആകർഷിക്കാൻ നിരക്കുകൾ കുറച്ച വിമാന കമ്പനികൾ. യാത്രക്കാർ കുറഞ്ഞതിനാൽ ജെറ്റ് എയർവേസ് ഫെബ്രുവരിയിൽ മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കൊച്ചിയിലേക്കാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഒരു ഭാഗത്തേക്ക് 30 റിയാലിന് ടിക്കറ്റുകൾ ലഭ്യമാണ്. തിരുവനന്തപുരത്തേക്ക് ഫെബ്രുവരി മാർച്ച് കാലത്ത് ഒരു ഭാഗത്തേക്ക് 75 റിയാലുമാണുള്ളത്. ഒമാൻ എയറിലും കൊച്ചിയിലേക്ക് ആകർഷകമായ നിരക്കുകൾ ലഭ്യമാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും ഇരുഭാഗത്തേക്കുമുള്ള ടിക്കറ്റുകൾ 70 റിയാലിന് ലഭിക്കും. 87 റിയാൽ വരെയാണ് ഫെബ്രുവരിയിലും മാർച്ചിലും കോഴിക്കോട്ടേക്കുള്ള ഒമാൻ എയർ നിരക്കുകൾ. അതേസമയം യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവ് കണക്കിലെടുത്ത് ജെറ്റ് എയർവേസ് ഫെബ്രുവരിയിൽ കേരളത്തിലേക്കുള്ള സർവീസുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള 3 പ്രതിവാര സർവീസുകളാണ് റദ്ദാക്കിയത്.
സൗദി എയർലൈൻസ് റിയാദ് കൊച്ചി വിമാനം മണിക്കൂറുകൾ വൈകിയത് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന യാത്രക്കാരെ വലച്ചു. ശനിയാഴ്ച രാവിലെ 8:40 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് സാങ്കേതിക തകരാർ കാരണം ഒരു പകൽ വൈകിയത്. റൺവേയിലൂടെ അല്പനേരം നീങ്ങിയതിനു ശേഷമാണ് വിമാനം നിന്നത്. 1 മണിക്കൂറോളം യാത്രക്കാർ വിമാനത്തിനകത്തിരുന്നു. പിന്നീട് എല്ലാവരെയും ടെർമിനലിലേക്ക് മാറ്റുകയായിരുന്നു. തകരാർ പരിഹരിച്ച് വൈകിട്ട് 6:00 വിമാനം കൊച്ചിയിലേക്ക് പറന്നു. ബഹ്റൈനിലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ നിയമലംഘനത്തിന്റെ തോത് കുറഞ്ഞു വരുന്നതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. വാടക കുടിശ്ശിക വരുത്തൽ, കരാർ ലംഘനങ്ങൾ തുടങ്ങിയ നിയമലംഘനങ്ങൾ ഓരോ വർഷവും കുറയുന്നുണ്ട്. 2015-ൽ 180-ൽ പരം നിയമലംഘനങ്ങൾ കണ്ടെത്തിയെങ്കിൽ 2016-ൽ ഇത് 73-ആയി കുറഞ്ഞു. നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. പ്രവാസികൾക്കിടയിൽ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് ഖത്തറിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി സെമിനാറും പഠന ക്യാമ്പും ശ്രദ്ധേയമായി. ചാലിയാർ ദോഹ സംഘടിപ്പിച്ച പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ ഹാമിദ് അലി വാഴക്കാട് നയിച്ചു. ചാലിയാർ തീരത്തെ 24 പഞ്ചായത്തുകളിൽ നിന്നുള്ള ഖത്തർ പ്രവാസികൾക്ക് പുറമെ ഖത്തറിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും ദോഹയിൽ നടന്ന പരിസ്ഥിതി സെമിനാറിലും പഠന ക്യാമ്പിലും പങ്കെടുത്തു. ഷഹാനിയയിലെ അൽദോസരി പാർക്കിൽ നടന്ന പഠന ക്യാമ്പിന് പരിസ്ഥിതി പ്രവർത്തകനും ദേശീയ ഹരിതസേന മലപ്പുറം ജില്ലാ കോർഡിനേറ്ററുമായ ഹാമിദ് അലി വാഴക്കാട് നേതൃത്വം നൽകി. പുഴയെ ഒരു ടെറിട്ടറിയായി കാണുകയും പുഴയോരവാസികളെ മുഴുവനും മരുഭൂമിയിൽ സംഘടിപ്പിക്കുകയും പുഴയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുക എന്നതുകൂടി ആലോചിക്കുമ്പോൾ ഇതൊരു മഹത്തായ സംഭവമാണ്. നാട്ടിലെ വിവിധ പ്രാദേശിക കൂട്ടായ്മകളുടെ സഹകരണത്തോടെ കേരള സോഷ്യൽ ഫോറസ്ട്രിയുടെ സഹായത്താൽ ചാലിയാർ തീരത്ത് 10,000 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച സാമൂഹിക വനവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയ ശേഷമാണ് ദോഹയിലെ ഈ പ്രവാസി കൂട്ടായ്മ പരിസ്ഥിതി ചർച്ച സംഘടിപ്പിച്ചത്. പരിസ്ഥിതിയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ലാസും ഒരു യാത്രയും അത് വളരെയധികം നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യത്തെ അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഹാമിദ് അലി വാഴക്കാടിനോടൊപ്പമുള്ള സഹവാസ യാത്രയും പരിപാടിയുടെ ഭാഗമായി നടന്നു. പ്രവാസ ലോകത്തും പരിസ്ഥിതി ചിന്തകൾ ഉയർത്തിപ്പിടിക്കുകയാണ് ചോരയിലൂടെ ചാലിയാർ ഒഴുകുന്ന ഖത്തറിലെ ഈ കൂട്ടായ്മ. ദോഹയിൽ നിന്ന് മുജീബ് റഹ്മാൻ, മീഡിയ 1. കുവൈത്തിനെ പ്രശംസിച്ചും കുറ്റപ്പെടുത്തിയും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ 2016-ലെ റിപ്പോർട്ട്. വിദേശ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ വർഷം രാജ്യം ശക്തമായ നടപടികൾ സ്വീകരിച്ചതായി സംഘടന വിലയിരുത്തി. ഗാർഹിക തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം 60 ദിനാറായി നിശ്ചയിച്ചതും സ്പോൺസർ സംവിധാനത്തിൽ മാറ്റം വരുത്താനുള്ള നടപടികളും എടുത്തുകാട്ടിയാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രശംസ. നിർബന്ധ DNA പരിശോധന വേണ്ടെന്ന് വെക്കാനുള്ള സർക്കാർ തീരുമാനവും പ്രശംസയ്ക്ക് കാരണമായി. നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ സ്വകാര്യത സൂക്ഷിക്കാനുള്ള വ്യക്തികളുടെ അവകാശത്തെ അത് ഹനിക്കുമായിരുന്നു. തൊഴിലാളികളുടെ ജോലിമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല തീരുമാനമാണ് കഴിഞ്ഞ വർഷമുണ്ടായത്. ഒരേ സ്പോൺസറുടെ കീഴിൽ 3 വർഷം പിന്നിട്ട തൊഴിലാളിക്ക് തൊഴിലുടമയുടെ അനുമതിയില്ലാതെ തന്നെ വിസ മാറാനുള്ള സൗകര്യം റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് 2015-ൽ പാർലമെന്റ് അംഗീകാരം നൽകിയ നിയമം ആ വിഭാഗക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണെന്നും സംഘടന അഭിപ്രായപ്പെട്ടു. ആഴ്ചയിലെ 1 ദിവസത്തെ അവധിയും 1 മാസ ശമ്പളത്തോടുകൂടിയുള്ള 30 ദിവസത്തെ വാർഷികാവധിയും ആ നിലക്കുള്ള നല്ല നീക്കങ്ങളാണ്. അതേസമയം വിദേശ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചില മേഖലകളിൽ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാനായിട്ടില്ലെന്നും സംഘടന പറഞ്ഞു. പൊതുതൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ ഗാർഹിക തൊഴിലാളികൾ ഇനിയും ഉൾപ്പെട്ടിട്ടില്ല. ഇത് കാരണം 8 മണിക്കൂറിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് ഇത്തരം ആളുകൾക്കുള്ളത്. സ്പോൺസർമാരിൽ നിന്നുണ്ടാകുന്ന ഗാർഹിക ലൈംഗിക പീഡന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോവുകയാണ്. ഗതാഗത നിയമലംഘനം, സ്പോൺസർമാരിൽ നിന്നുള്ള ഒളിച്ചോട്ടം പോലുള്ള ചെറിയ കുറ്റങ്ങൾക്ക് വിദേശികളെ നാടുകടത്തുന്നതിനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കഴിഞ്ഞ 4 മാസത്തിനിടെ ഇത്തരത്തിൽ 14,400 വിദേശികളെ കുവൈറ്റിൽ നിന്ന് നാടുകടത്തുകയുണ്ടായി. മയക്കുമരുന്ന് പോലുള്ള ചെറിയ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന രീതിയെയും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കുറ്റപ്പെടുത്തി. മീഡിയ 1, കുവൈറ്റ്. സെൽഫി എന്ന പേരിൽ സിജി ഖത്തർ ചാപ്റ്ററും കൊടുങ്ങല്ലൂർ മഹല്ല് ഏകോപന സമിതിയും സംയുക്തമായി ദോഹയിൽ മുഴുദിന ശില്പശാല സംഘടിപ്പിച്ചു. വ്യക്തിത്വ വികാസം എന്ന തലക്കെട്ടിൽ അഡ്വക്കേറ്റ് ഇസുദ്ദീനും ക്രിയേറ്റിവിറ്റി വിഭാഗത്തിൽ നൌഫൽ നിലമ്പൂരും ക്ലാസുകൾ നൽകി. സ്റ്റഡി ടെക്നിക് വിഭാഗത്തിൽ അഡ്വക്കേറ്റ് കുഞ്ഞുമൊയ്തീനും ക്ലാസുകളെടുത്തു. വക്ര ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിൽ 4 സെഷനുകളിലായാണ് ശില്പശാല നടന്നത്. MV രാഘവൻ ഇടതുപക്ഷത്തിന്റെ ഐക്യം ആഗ്രഹിച്ചിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഷാർജയിൽ നടന്ന MVR സ്മൃതി അവാർഡ് ദാന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭിന്നിച്ചു പോകുന്നത് ശരിയല്ലെന്നും അവരെ കൂട്ടിയോജിപ്പിക്കണമെന്നും MVR ആഗ്രഹിച്ചിരുന്നുവെന്നും കാനം കൂട്ടിച്ചേർത്തു. മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ്, ജീവകാരുണ്യ പ്രവർത്തകൻ BP പിള്ള എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ഡോക്ടർ ആസാദ് മൂപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. സത്യൻ മൊഗേരി, MV നികേഷ് കുമാർ, YA റഹീം, PP ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.
മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ അൽ അമീൻ പത്രത്തിന് ശേഷം കേരളത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽ നടന്ന സാംസ്കാരിക ചലനം എന്നത് മാധ്യമം പത്രത്തിന്റെ ആരംഭമാണെന്ന് ചലച്ചിത്ര സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. കൾച്ചറൽ ഫോറം ദോഹയിൽ സംഘടിപ്പിച്ച സഫലമാകണം ഈ പ്രവാസം ക്യാമ്പയിന്റെ സമാപന ചടങ്ങിലെ സാംസ്കാരിക പ്രഭാഷണത്തിനിടയിലാണ് പി ടി കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടത്. കുവൈറ്റിലെ കായംകുളം NRIs ക്രിസ്മസ് പുതുവത്സരാഘോഷം ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി K ശ്രീവാസ്തവ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് BS പിള്ള അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം പ്രവീൺ പ്രേം, SS സുനിൽ, കൃഷ്ണകുമാർ, സഫീർ PK ഹാരിസ്, സിറാജുദ്ദീൻ, ഹരി ഉണ്ണിത്താൻ, ബിജു പാറയിൽ, ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കലാപരിപാടികളും സംഘടിപ്പിച്ചു. കേരളത്തിൽ കഴിഞ്ഞ മാസം നടന്ന ഇരു മുജാഹിദ് വിഭാഗങ്ങളുടെ ലയന സമ്മേളനത്തിന്റെ ചുവട് പിടിച്ച് ഗൾഫ് നാടുകളിലും ഭിന്നിച്ചു നിന്ന ഇസ്ലാഹി സെന്ററുകളുടെ ഐക്യസമ്മേളനങ്ങൾക്ക് ജിദ്ദയിൽ തുടക്കം കുറിച്ചു. ഐക്യസമ്മേളനം കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ മുജാഹിദ് സംഘടനകളുടെ പിളർപ്പിനെ തുടർന്ന് 1.5 പതിറ്റാണ്ടുകാലം വ്യത്യസ്ത ഇസ്ലാഹി സെന്ററുകൾക്ക് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മുജാഹിദ് പ്രവർത്തകരുടെ ഐക്യസമ്മേളനത്തിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. മുസ്ലിം ഐക്യസംഘം ഒരു നൂറ്റാണ്ട് മുമ്പ് ഉയർത്തിയ ആഹ്വാനം ഇന്നും പ്രസക്തമാണെന്നും മുജാഹിദ് പ്രസ്ഥാനം ഇനി ഒന്നാണെന്നും ഐക്യസന്ദേശം സമൂഹത്തിലേക്ക് ഊർജ്ജസ്വലമായി പ്രചരിപ്പിക്കുവാൻ മുജാഹിദ് പ്രവർത്തകർ ശ്രദ്ധ ചെലുത്തണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞു. ഒരു പുതിയ പ്രവാചകന്റെ വരവോടുകൂടെ ഒരു പുതിയ ഹൈറുമ്മത്തുണ്ടാകുന്നത് പോലെ ഈ ഒരു 14 വർഷത്തെ വിടവിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനമിത അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിധിനിർണായകമായ അതിന്റെ മുന്നേറ്റത്തിന് കളമൊരുക്കുന്നു. അത്ര ആത്മാർത്ഥമാണ്. ഒരു അപശബ്ദവും കേൾക്കുന്നില്ല. കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരാശപ്പെട്ട ഒരൈക്യമാണ്. മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുജാഹിദ് പ്രവർത്തകർ പങ്കാളികളാവണമെന്നും രാഷ്ട്രീയമെന്നത് ധർമ്മവും നീതിയുമില്ലാത്തവരുടെ ആലയമാക്കാൻ ഒരിക്കലും അനുവദിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുജാഹിദ് വിഭാഗങ്ങളുടെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നെന്നും തന്റെ ജീവിതകാലത്തു തന്നെ അത് പുലർന്നു കണ്ടതിൽ സന്തോഷമുണ്ടെന്നും മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ ഒട്ടേറെ ഊർജ്ജം ചെലവഴിച്ച സാക്കിർ നായിക്, MM അക്ബർ തുടങ്ങിയവർക്കെതിരെ വ്യാജാരോപണങ്ങൾ ഉന്നയിച്ചവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അക്ബർ നമ്മുടെ നാട്ടിൽ MSM പ്രവർത്തിക്കുന്ന കാലം മുതൽക്ക് പ്രവർത്തിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു വരി തീവ്രവാദത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുണ്ടോ? ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ആളുകൾ ഇതെല്ലാം കൂടെ സലഫി പ്രസ്ഥാനത്തിനെ മോശമാക്കുവാൻ വേണ്ടി കണ്ടുപിടിക്കുകയാണ് ഓരോന്ന്. വിവിധ ജാലിയാത്ത് മേധാവികൾ, ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. ഒമാനിൽ ഡിസംബറിലെ പണപ്പെരുപ്പം വർദ്ധിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.13% വർധനയാണ് ഉണ്ടായത്. ഗതാഗത നിരക്കിലുണ്ടായ വൻ വർധനയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ കാരണമായത്. ഇന്ധനവിലയിലെ വർധനവാണ് ഗതാഗത നിരക്കുകൾ വർദ്ധിക്കാൻ കാരണം. ഗതാഗത നിരക്കിൽ മുൻവർഷത്തേക്കാൾ 9.42% വർധനവുണ്ടായതായി ദേശീയ സ്ഥിതിവിവര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പറയുന്നു. വീട്, വെള്ളം, വൈദ്യുതി എന്നീ വിഭാഗങ്ങളിൽ 0.58% വർധനവുണ്ടായി. റെസ്റ്റോറന്റ്, ഹോട്ടൽ നിരക്കുകൾ എന്നിവയും ഇത്ര തന്നെ വർദ്ധിച്ചു. വിദ്യാഭ്യാസ ചെലവ് 2.85% വർദ്ധിച്ചത്. ആരോഗ്യ ചെലവിലും മുൻവർഷത്തേക്കാൾ 0.66% വർധനവുണ്ടായി. പുകയിലോൽപ്പന്നങ്ങളുടെ വിലയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 21.88% ഈ വിഭാഗത്തിൽ വർദ്ധിച്ചത്. ഇത് പണപ്പെരുപ്പ നിരക്ക് വർദ്ധിക്കാൻ കാരണമായി. ചെരുപ്പുകൾക്കും വസ്ത്രങ്ങൾക്കും 0.42% വില കുറഞ്ഞു. വാർത്താവിനിമയ മേഖലയിലെ ചെലവിൽ 3% കുറവുണ്ടായി. ഭക്ഷണപാനീയങ്ങളുടെ വിഭാഗത്തിൽ മൊത്തം കണക്കെടുക്കുമ്പോൾ 3% കുറവാണ് ഉണ്ടായത്. മീഡിയ 1, മസ്കത്ത്. തൃശൂർ പാവറട്ടി സ്വദേശി ചിരിയങ്കണ്ടത്ത് സാജൻ ദുബായിൽ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മരിച്ചു. 44 വയസ്സായിരുന്നു. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. പാവറട്ടി സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. ബെൽഹുൽ ഗ്രൂപ്പിലെ സെക്യൂരിറ്റി ജീവനക്കാർ. പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.